പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് ഓരോ ദിവസവും നമ്മളെ നടത്തുന്ന വഴികൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. വാട്ട് എ ഗ്രേറ്റ് ഗോഡ് വി സെർവ്. ഞാനും നിങ്ങൾ സേവിക്കുന്ന എത്ര വലിയ കർത്താവാണ്. സ്വർഗം തന്റെ സിംഹാസനവും ഭൂമി തന്റെ പാദപീഠവുമായ ഈ ഒരു വലിയ കർത്താവിൻ്റെ ഭാഗമാകാൻ, വി ആർ ദ പോർഷൻ ഓഫ് ഗോഡ്, കർത്താവിൻ്റെ ഭാഗമാകാൻ ലഭിച്ച മഹാഭാഗ്യം. അതിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്ന് പറയുന്നതാണ്, ദൈവത്തിൻ്റെ പൈതൽ എന്ന് പറയുന്നതാണ്, ദാറ്റ്സ് എ മോസ്റ്റ് വാല്യുബിൾ തിങ്. ഈ ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ടത്. ഒരു ദൈവ പൈതലിന് ഒരു കാര്യം അറിയാം, ഐ ഹാവ് സമ്മൺ ഇൻ ഹൈ പ്ലേസസ്. എനിക്ക് പിതാവിൻ്റെ വലത്തുഭാഗത്ത് എനിക്ക് ഒരാളുണ്ട്. ഈ ലോകത്തിൽ പലരും പറയുന്ന ഒരു കാര്യം, ഒരു വാക്കാണ്, എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ പ്രതിസന്ധിക്കകത്ത് ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് ഈ ലോകം മുഴുവൻ മുഴങ്ങിക്കേൾക്കുന്ന ഒരു ശബ്ദമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ ധൈര്യം, എല്ലാം പ്രതികൂലമാകുമ്പോഴും എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് എതിരായി നിൽക്കുമ്പോഴും അവിടെ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വാക്ക് പറഞ്ഞ്, ഹി വിൽ നെവർ ലീവ് യു അലോൺ. നിങ്ങളെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടത്തില്ല, നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കും. എത്ര വലിയ വെല്ലുവിളിയാണെങ്കിലും. പക്ഷെ ആ വെല്ലുവിളിക്കകത്ത് കർത്താവിനെ കാണാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ആ സ്ട്രഗിളിൻ്റെ അകത്ത് പ്രൈസ്, ഈ നമ്മൾ ആ സ്ട്രഗിൾ കോൺഷ്യസ് ആകും. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കിക്കേ, യേശു പടകിലുണ്ടായിരുന്നു, ശിഷ്യന്മാർ അക്കരയ്ക്ക് കടന്നു പോവുക. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ അക്കരയ്ക്ക് കടന്നു പോകുന്ന വഴിക്ക് വലിയ കൊടുങ്കാറ്റടിച്ചു. ആ കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ നോക്കുക, യേശു ആ പടകിൽ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. പക്ഷേ പ്രൈസ്, അവർക്ക് ആ കാറ്റിനെ അവർ നോക്കി, തിരമാലകളെ അവർ നോക്കി. പ്രൈസ് ലോർഡ്. പക്ഷേ കർത്താവ് ഉണ്ട് പറഞ്ഞ ആ വാക്ക് അവരുടെ ഉള്ളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ഈ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, ഈ ദൈവവചനം ഉള്ളിൽ നിന്ന് മോഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പ്ലീസ്, നിങ്ങൾ ആ ദൈവവചനം നിങ്ങളുടെ സ്റ്റോറിലുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്റ്റോറേജിൻ്റെ അകത്ത് ആ കർത്താവിൻ്റെ വചനമുണ്ടെങ്കിൽ, പറഞ്ഞവൻ വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. നമുക്കിത് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഒരു സാഹചര്യത്തിൽ ഇതിനെ റിലേറ്റ് ചെയ്ത് ഇതിനെ പിടിക്കാനാണ് ഹാർഡ്. ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. അതിനാണ് സഹായകനെ ഈ ഭൂമിയിൽ കർത്താവ് തന്നത്, എന്നെ ഒറ്റയ്ക്ക് വിടാതെ എന്നെ ഈ കാര്യങ്ങളിലൊക്കെ സഹായിക്കാൻ. അതുകൊണ്ടാണ് ഒരു ദൈവവൈതൽ ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കണം. ആ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് നോക്ക്, ഒന്ന് ക്ഷണിക്കാൻ, വെൽക്കം ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് കേൾക്കാൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിൽക്കുകയാണ്. ക്ഷണിക്കുക. ഈ കർത്താവിൻ്റെ സ്വഭാവവും ഈ ദൈവത്തിൻ്റെ സ്വഭാവവും എല്ലാം നോക്ക്, ഹോളി സ്പിരിറ്റും എല്ലാം ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത്. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും ആ വാതിലൊന്ന് തുറന്നു കൊടുത്താൽ ഞാൻ ഉള്ളിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഹീ ഈസ് ഓൾവേസ് നോക്കിംഗ് അറ്റ് ദ ഡോർ. അതുപോലെ തന്നെയാണ് ഹോളി സ്പിരിറ്റും. വെൽക്കം ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ, നിനക്ക് സ്വാഗതം, എൻ്റെ ഭവനത്തിലോട്ട് സ്വാഗതം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹി വിൽ ബി അവൈലബിൾ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ആ കർത്താവ് അവൈലബിൾ ആയിരിക്കും. പ്രൈസ് ലോർഡ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു ദൈവവചന ഭാഗം ഇന്ന് ചിന്തിക്കുന്ന, എൻ്റെ ഉള്ളിൽ കർത്താവ് തന്നിരിക്കുന്നത്, ഡോണ്ട് ഫോർഗെറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്, ഓൾവേസ് റിമെമ്പർ ദ വേർഡ് ഓഫ് ഗോഡ്. ആ ദൈവത്തിൻ്റെ വചനം, കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ വാക്ക് പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഇത് ഓർക്കാനാണ് ഭയങ്കര പാട്. ഈ നമ്മുടെ ഹാർഡ് ടൈംസിൽ, നമ്മൾ വെല്ലുവിളികളിൽ കടന്നു പോകുമ്പോൾ, നമ്മൾ പ്രതികൂലങ്ങളിൽ കടന്നു പോകുമ്പം പലപ്പോഴും അതിൻ്റെ ഒരു മൂടലിൽ ആ പത്രോസ് ആ കാറ്റും കടലും തിരമാലകളും ഒക്കെ കണ്ട് ഭയപ്പെട്ട് നിന്നതുപോലെ അതിനെ നോക്കി, ഡോണ്ട് വാച്ച് അറ്റ് യുവർ സ്റ്റോംസ്. നിങ്ങളുടെ കൊടുങ്കാറ്റിനെ നിങ്ങൾ നോക്കാതെ യേശു പറഞ്ഞ ആ വാക്ക്, കർത്താവിൻ്റെ വാക്ക് എന്നാ, ശ്രദ്ധയൊന്ന് തിരിച്ചേ, നിങ്ങളുടെ ശ്രദ്ധയൊന്ന് മാറ്റിക്കേ, ആ വിഷയത്തിൻ്റെ അകത്തൊന്ന് ശ്രദ്ധയൊന്ന് മാറ്റിക്കേ. ഒന്ന് മാറ്റിയാൽ തന്നെ അവിടെ അത്ഭുതം നടക്കും. ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ വെൻ യു ഗോ ത്രൂ ഇറ്റ് ഈസ് വെരി ഹാർഡ്. അവിടെയാണ് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണ്ടത്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വചനം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് 1 കൊരിന്ത്യർ അതിന്റെ 15-ാം അധ്യായം അതിന്റെ 58-ാമത്തെ വാക്യമാണ്. അവിടെ പറയുകയാണ്, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും
കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. ആകയാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഉറപ്പുള്ളവരും. എന്തിനെക്കുറിച്ചുള്ള ഉറപ്പാണ്? കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അത് നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പായിരിക്കണം. കർത്താവ് ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീലിംഗ് എൻ്റെ ബർത്ത് റൈറ്റ് ആണ്. എല്ലായിടത്തും ക്രിസ്തുയേശു മുഖാന്തരം എന്നെ ജയോത്സവമായി കർത്താവ് നടത്തുമെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് ഭയങ്കര ധൈര്യമാണ്. നോക്ക്, ഏത് സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോയാലും ആ പ്രതികൂലത്തിന്റെ അകത്ത് ഐ വിൽ കം ഔട്ട് വിക്ടോറിയസ്. അതിൻ്റെ അകത്ത് ഒരു ജയാളിയായി ഞാൻ പുറത്ത് വരിക തന്നെ ചെയ്യും. ആ ഒരു ഉറപ്പ് ദൈവവൈതലിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഏത് സാഹചര്യം എത്ര ഹാർഡാണെങ്കിലും, എത്ര വലിയ പ്രതികൂലമാണെങ്കിലും, എത്ര വലിയ കൊടുങ്കാറ്റാണ് ജീവിതത്തിൽ അടിക്കുന്നെങ്കിലും അതിൻ്റെ അകത്ത് ഗോഡ് വിൽ നെവർ ഗോ ബാക്ക് ഫ്രം ഹിസ് വേർഡ്. താൻ പറഞ്ഞിരിക്കുന്ന ആ വചനത്തിൽ നിന്ന് ഒരിക്കലും താൻ മാറിപ്പോകരുത്. പറഞ്ഞിട്ടുണ്ടോ അത് കർത്താവ് ചെയ്യാൻ ശക്തനാണ്. നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും. ഡോണ്ട് ബി ഷെയ്ക്കൺ. അവിടെ കർത്താവ് പറയുക, ഡോണ്ട് ബി ഷെയ്ക്കൺ. നിങ്ങൾ കുലുങ്ങിപ്പോകരുത്. വിഷയങ്ങൾ ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. എന്നാൽ എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാനതിനെ ജയിച്ചിരിക്കുന്നു. അപ്പം ഈ നമ്മുടെ വിഷയങ്ങളുടെ അകത്ത് എന്ത് ചെയ്യരുത്? കുലുക്കമുണ്ടാകരുത്. കുലുക്കം ഉണ്ടാവുമോ? നിശ്ചയമായിട്ടും കുലുക്കം ഉണ്ടാകും. നിശ്ചയം. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൂടെ ഗോ ത്രൂ ചെയ്യുമ്പോൾ, ഈ സാഹചര്യങ്ങളിലൂടെ ഞാനും നിങ്ങൾ കടന്നു പോകുമ്പോൾ കുലുങ്ങിപ്പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഞാനൊരു സംഭവം ദൈവവചനത്തിൽ നിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നോക്ക്, കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ്. ഇന്ന് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് നമുക്ക് സ്റ്റേജിൽ കയറി പറയാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവൻ ഉയർത്തെഴുന്നേറ്റ് എന്നേക്കുമായി ജീവിക്കുന്നു. ജീസസ് ക്രൈസ്റ്റ് ഇസ് റിയൽ. എന്റെ കർത്താവ് ഇവിടെ ഉണ്ട്, കർത്താവ് കൂടെ ഉണ്ട്. ഇതൊക്കെ പറയാൻ ഇന്ന് ഭയങ്കര എളുപ്പമാണ്, സിമ്പിളാണ്. പക്ഷേ there was a time, ഒരു കാലം ഉണ്ടായിരുന്നു. നോക്ക്, ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 24-ാം അധ്യായത്തിൽ നോക്ക്, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. നോക്ക്, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതികാലത്തെ വെളുപ്പിനെ അവർ കല്ലറയിൽ മറിയയും ജോഹന്നായും എല്ലാം കൂടി ആ കല്ലറയിലോട്ട് പോകുവാണ്. പ്ലീസ്, അവര് സുഗന്ധ തൈലമൊക്കെ ഒരുക്കി അവന്റെ ശരീരം. നോക്ക്, എനിക്ക് ഇവിടെ ചത്താലും തീരാത്ത സ്നേഹം. ഞാൻ ഇതിനൊരു തലക്കെട്ടിടുവാണെങ്കിൽ, മലയാളത്തിലൊരു തലക്കെട്ടിട്ടാ ഞാൻ പറയും, ചത്താലും തീരാത്ത സ്നേഹം. നോക്ക്, കർത്താവിന്റെ ശരീരം കൊണ്ടുവന്നവര് കല്ലറയ്ക്കകത്ത് വെച്ചു. ആ കല്ലറയ്ക്കകത്ത് വെച്ചിട്ടും ഇവരുടെ മറിയയുടെയും അവരെ വിടുവിച്ചത് ഓർത്താൽ അവർക്ക് ആ സ്നേഹം കൊണ്ട് അവരുടെ ഉള്ള് നിറയുകയാണ്. ആ കല്ലറയുടെ അടുത്തൂടെ പോകുന്നവർ പോലും സ്മെല്ല് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്ത് അവര് സുഗന്ധ തൈലവുമായിട്ട് അധികാലത്തെ അവന്റെ ശരീരത്തിൽ മേൽ പൂശാൻ വേണ്ടി അവര് അധികാലത്തെ വെളുപ്പിനെ ഇരുട്ടുള്ള സമയത്ത് പകല് പോലും പോകത്തില്ലായിരുന്നു കല്ലറയുടെ അതിലെ. അന്നേരം ഇരുട്ടുള്ള സമയത്ത് അത് രാത്രിയിൽ ഈ വെളുപ്പിനെ ഇരുട്ടുള്ള ആ സമയത്ത് അധികാലത്തെ അവർ എഴുന്നേറ്റ് അവർ ആ കല്ലറയ്ക്കൽ പോയി. അവർ ആ കല്ലറയ്ക്കൽ പോയപ്പോൾ അവിടെ ഉണ്ടായ ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അവരുടെ ഹൃദയം കലങ്ങിയാണ് ഇരുന്നത്. അവരുടെ ചിന്ത അവർക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും എന്നൊക്കെ പല ചിന്തകളിലാണ് അവര് അധികാലത്തെ അവിടെ കടന്നുപോയത്. എന്നാൽ അവിടെ ചെന്നപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 24 പ്ലീസ്. അവിടെ ചെന്ന് അവർ കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ചപ്പോൾ കർത്താവിന്റെ ശരീരം അവിടെ കാണുന്നില്ല. നോക്ക്, അവർ വിസ്മയിച്ചു. കർത്താവിന്റെ ശരീരം എവിടെ പോയി? കർത്താവിന്റെ ശരീരം കാണുന്നില്ലല്ലോ എന്ന് വിസ്മയത്തോടെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് താൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ എന്തിനാണ് അന്വേഷിക്കുന്നത്? അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുകയാണ്. പ്രൈസ്. അവൻ അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ് എനിക്ക് ഇന്ന് പ്രഭാതത്തിൽ പ്രൈസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള ചിന്ത. നോക്ക്, അവിടെ എഴുതിയിരിക്കുകയാണ്, 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവൻ മുമ്പേ ഗലീലയിൽ ഇരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ
എന്നാ യേശു മരിച്ചവരിൽ നിന്ന് പാപികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും, എന്നാൽ അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും എന്ന് നിങ്ങളോട് പറഞ്ഞ വാക്ക് ഒന്ന് ഓർത്തേ. ശരീരം അവിടെ കാണാഞ്ഞപ്പം അവർ വിസ്മയത്തോടെ നോക്കി, എന്തിയെ എൻ്റെ കർത്താവിൻ്റെ ശരീരം എവിടെയാണ് പോയത് എന്ന് അവർ ഓർത്ത് നിൽക്കുന്ന ദൂതന്മാർ പറയുകയാണ്, നിങ്ങൾ ഈ ജീവനോടെ ഇരിക്കുന്നവനെ ഇവിടെയാണോ, ഈ കല്ലറയിൽ വന്നാണോ നിങ്ങൾ തപ്പുന്നേ? അവൻ ജീവനോടെ ഇരുന്നപ്പം തന്നെ പറഞ്ഞില്ലേ, അവൻ ക്രൂശിക്കപ്പെടുമെന്നും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും നോക്ക് അവൻ നിങ്ങളോട് പറഞ്ഞില്ലേ? ആ വാക്ക് ഞാൻ എന്നെ കേൾക്കുന്നവരോട് ചോദിക്കട്ടെ, എങ്ങനെ ഈ വാക്ക് മറക്കാൻ പറ്റും? യേശു അവരുടെ കൂടെ നടന്നപ്പോൾ പല ആവർത്തി കർത്താവ് അവരോട് പറഞ്ഞു, പ്രൈസ് ലോർഡ്, ഞാൻ പിടിക്കപ്പെടും, അവരെന്നെ ക്രൂശിച്ച് കളയും, അവരെന്നെ കൊന്നു കളയും, എന്നാൽ മരണത്തെ ജയിച്ച്. നോക്ക്, ഈ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് അവരുടെ ജീവിതത്തിൽ അടിച്ച കൊടുങ്കാറ്റ് നിമിഷം നമുക്കിന്നത് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ അവര് കടന്നുപോയ ആ സാഹചര്യത്തിൽ, ആ വേദനയിൽ, പ്രൈസ്, അവർക്ക് നോക്ക്, ഇതെല്ലാം അവരുടെ ഈ വചനം അവർ കേട്ട കാര്യം പോലും എങ്ങനെ അവർക്ക് മറക്കാൻ സാധിക്കും? അത് യേശു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? യേശു അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അല്ലെങ്കിൽ ക്രൂശിച്ചപ്പോഴേലും അവർ ഓർക്കണ്ടേ? ക്രൂശിച്ചെങ്കിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ആ ക്രൂശിച്ച സമയത്തേലും അവർ ഓർക്കണ്ടേ? അപ്പം ഈ ചില പ്രതികൂലങ്ങൾ കണ്ട്, അതിനാണ് അപ്പോസ്തലനായ പൗലോസ് ആ 15-ാം അധ്യായം കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ 15-ാം അധ്യായം മരണാനന്തര പ്രത്യാശയെക്കുറിച്ചാണ് ആ അധ്യായം മുഴുവൻ നമ്മൾ വായിക്കുന്നത്. അധ്യായം മുഴുവൻ വായിച്ച് അതിനെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ അതിനെ 58-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുക, ആകയാൽ നിങ്ങൾ ഉറപ്പുള്ളവരും, നിങ്ങളുടെ ഈ ജീവിതത്തിൽ ചില പതർച്ചകൾ കാണുമ്പോൾ, ചില പ്രത്യാശ നഷ്ടപ്പെടുന്ന, ലോകപ്രകാരം പ്രത്യാശ നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ അവിടെ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ കുലുങ്ങി പോകരുത്, സാഹചര്യങ്ങൾ നിങ്ങളെ കുലുക്കരുത്. അവര് കൂടെ നടന്ന് ഇതെല്ലാം കേട്ട് അത്ഭുതങ്ങൾ കണ്ട് അടയാളങ്ങൾ കണ്ട് കൊടുങ്കാറ്റ് അടിച്ചപ്പോൾ അടങ്ങുക എന്ന് പറഞ്ഞ് കൊടുങ്കാറ്റിനെ അടക്കിയ മരിച്ച ലാസറെ പുറത്തു വരിക എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ ആ കല്ലറ വിട്ട് പുറത്തു വരുന്നത് കണ്ടത്, 5 അപ്പത്തെ വർദ്ധിപ്പിച്ചത്, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത്, ഇതെല്ലാം കണ്ടു നടന്നവരാണ്. ആ യേശുവിനെ കണ്ടും തൊട്ടും നടന്ന ശിഷ്യന്മാർ പോലും ആ പ്രതികൂല സാഹചര്യത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഈസ് വെരി ഹാർഡ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ആ പ്രതികൂല സാഹചര്യം, നമ്മൾ ബ്രദറെ ഒന്ന് വിശ്വസിച്ച്, ചില ഭയങ്കര കുഴപ്പം പിടിച്ച ഒരു മെഡിക്കൽ റിപ്പോർട്ടും ആയിട്ടായിരിക്കും നമ്മുടെ അടുത്ത് ഒരാൾ പ്രാർത്ഥിക്കാൻ വന്ന്, നമുക്കിത് പറയാൻ ഭയങ്കര എളുപ്പമാണ്. ബ്രദറെ വിശ്വസിക്കുക, ബ്രദറെ കർത്താവ് അത്ഭുതം ചെയ്യാൻ, ദാറ്റ് ഈസ് ദ റിയാലിറ്റി. അത് തന്നെയാണ് റിയാലിറ്റി. പക്ഷേ സാഹചര്യങ്ങൾ നമ്മളെ കുലുക്കാൻ സാധ്യതയുണ്ട്, വെല്ലുവിളികൾ നമ്മളെ കുലുക്കാൻ സാധ്യതയുണ്ട്, നമ്മുടെ വിശ്വാസത്തെ കുലുക്കാൻ സാധ്യതയുണ്ട്, നമ്മുടെ കർത്താവിന്റെ വചനത്തെ നമ്മുടെ ഉള്ളിൽ നിന്ന് മോഷ്ടിച്ച് കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടല്ലേ അവര് അടച്ചിട്ടിരുന്ന മുറിയിൽ, അല്ലെ, എല്ലാം നിരാശയായി, എല്ലാം നഷ്ടപ്പെട്ട് ശിഷ്യന്മാർ പോയി എവിടെ ഇരുന്നു? അടച്ചിട്ടിരുന്ന മുറി. ഞാൻ എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പറയാം. നോക്കെ, യേശു 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവര് വിശ്വസിച്ചിരുന്നെങ്കിൽ അവര് കല്ലറ വിട്ടു പോകുമോ? ആ കല്ലറയുടെ വാതിൽക്കൽ തന്നെ കുറ്റിയടിച്ച് നിൽക്കുകയല്ലേ, കണ്ടോണോന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് അവിടെ നിൽക്കുകയല്ലേ. പക്ഷെ they couldn't believe. അവർ കടന്നുപോയ ആ സ്റ്റോം, നോക്ക്, അവര് എല്ലാ പ്രതീക്ഷയും അർപ്പിച്ച് അവര് കൂടെ നടന്ന കർത്താവ് ഒരു ദിവസം നോക്ക് ക്രൂശിലേക്ക് കയറി. നോക്ക്, രാജ്യത്വം പ്രാപിക്കാനാണ് അവൻ വന്നതെന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ നോക്ക്, അവന്റെ രാജ്യത്വം എന്ന് പറയുന്നത് അവന്റെ ക്രൂശാണ്. അവർക്കത് അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല, അവർക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. ആ ദൂതൻ അവിടെ നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഓർക്കുന്നില്ലേ അവൻ നിങ്ങളോട് പറഞ്ഞു. He is reminding you. അപ്പം നമ്മുടെ പ്രതികൂലങ്ങളിൽ you should remember the word of God. നമ്മുടെ ഏത് ജീവിത സാഹചര്യമാണെങ്കിലും അവിടെ അന്നേരം നിങ്ങൾ ദൈവവചനമായിട്ട് നിങ്ങളുടെ വിഷയത്തെ ഒന്ന് റിലേറ്റ് ചെയ്തേ. ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഉയർച്ച പ്രാപിക്കും. ക്രിസ്തുവിൽ എന്നെ എപ്പോഴും ജയോത്സവമായി നടത്തുമെന്ന് എന്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എപ്പോഴും ജയോത്സവമായി നടത്തുമെന്ന്. ഇത് പൗലോസ് ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും എന്ന് പറയുമ്പം നോക്ക്, മരണാനന്തര ജീവിതം, ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലമാണ് മരണം.
ആ മരണത്തെ പോലും നോക്കി വെല്ലുവിളിച്ചുകൊണ്ട്, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ, മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ആ മരണത്തെ നോക്കി വെല്ലുവിളിച്ച് ഒരു ജയാളിയായിട്ട് നിന്നുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയാ. എന്നിട്ട് പറയുകയാണ്, ആ മരണത്തെ പോലും ജയിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ആകയാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഉറപ്പുള്ളവരും നിങ്ങൾ കുലുങ്ങാത്തവരും. നിങ്ങൾ കുലുങ്ങിപ്പോകരുതേ. ഒരു വിഷയം കാണുമ്പോൾ കുലുങ്ങിപ്പോകരുതേ. ഒരു വിഷയം കാണുമ്പോൾ റിമെമ്പർ ഹിസ് വേർഡ്. കൂടെ നടന്ന അത്ഭുതം കണ്ട് ഈ കാര്യങ്ങൾ ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് നമ്മൾ ഈ ഒരു കാര്യം ഒരാളുടെ വായിൽ നിന്ന് ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് കേൾക്കുന്നതും അത് മറ്റൊരാൾ കേട്ട കാര്യം പറഞ്ഞു കേൾക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ഗെയിമൊക്കെ കളിക്കുമ്പോൾ അങ്ങനെ ഒരു കളി കളിക്കും. ഒരാളുടെ ചെവിയിൽ ഒരു കാര്യം പറയും, അതിങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ അതിൻ്റെ ഏറ്റവും ബാക്ക് സൈഡ് ചെല്ലുമ്പം ഈ പറഞ്ഞതായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല അവസാനത്തെ ആൾ പറയുന്നത്. പലപ്പോഴും നമ്മൾ അങ്ങനെ ഗെയിം കളിക്കാറുണ്ട്. ഇവിടെ കർത്താവ് തന്നെ ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് അവരോട് പറഞ്ഞതാണ്. അവരവര് മറന്നുപോയി. നോക്ക്, ഇവിടെ എഴുതിയിരിക്കുകയാണ്, മനുഷ്യപുത്രൻ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവർ അവന്റെ വാക്ക് ഓർത്തു. ഇത് ദൂതൻ പറഞ്ഞപ്പം അവന്റെ വാക്ക് ഓർത്തു. ഞാൻ ദൈവമക്കളോട് പറയാം, ഏത് വലിയ കൊടുങ്കാറ്റിൻ്റെ അകത്തും റിമെമ്പർ ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങൾ തന്നെ പറയണം, ആ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നോക്ക്, ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഐ ബിലീവ് ഇറ്റ്. ഞാനത് വിശ്വസിക്കുകയാണ്. എൻ്റെ കർത്താവ് പറഞ്ഞ ആ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന് വിരോധമായി എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല. ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ ഒരു നാളും തള്ളത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വിഷയത്തിൻ്റെ അകത്ത് എൻ്റെ കർത്താവ് എന്നെ തള്ളിക്കളയത്തില്ല. ഈ വിഷയം ഏറ്റവും വലിയ അത്ഭുതമായി മാറാൻ പോവുകയാണ്. ഈ വിഷയം ഒരു നന്മയായി എൻ്റെ ജീവിതത്തിൽ മാറാൻ പോവുകയാണ്. ഈ വിഷയത്തിൻ്റെ അകത്ത് ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് കർത്താവ് ഒരു വാതിൽ എനിക്ക് വേണ്ടി തുറക്കാൻ പോകും. അങ്ങനെ വിശ്വാസത്തിന്റെ വാക്കുകൾ ഒന്ന് വിളിച്ചു പറഞ്ഞ് നോക്ക്. അവരുടെ വിശ്വാസം മുഴുവൻ ഡോണ്ട് ലൂസ് യുവർ ഫെയ്ത്ത്. അവരുടെ വിശ്വാസം മുഴുവൻ അവർക്ക് ചോർന്നു പോയി. അതുകൊണ്ടാണ് ക്ലിയോപ്പാവും ഭാര്യയും എമ്മോസിലോട്ട് കടന്നുപോയി. പക്ഷെ കർത്താവ് വിട്ടില്ല, അല്ലേ? കർത്താവ് അവരുടെ പുറകെ നടന്ന് കർത്താവ് അവരെ റിസ്റ്റോർ ചെയ്തു. ഇന്ന് ഞാൻ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരോട് പറയാം, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും. നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ലെന്ന്. കർത്താവിന് വേണ്ടി ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടെങ്കിൽ ദൈവവചനം പറയുകയാണ്, നിങ്ങൾ കർത്താവിനെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ ചെയ്തതും നിന്നതും വിശ്വസിച്ചതും ഒന്നും വൃഥാവല്ലെന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിരിക്കും. നോക്ക്, ഒരു താന്ന് പോകത്തില്ല കുഞ്ഞെ. നിങ്ങൾ താന്ന് പോകത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും ദൈവമക്കളെ സംബന്ധിച്ച് ജയമാണ്. അവിടെ 58-ാം അധ്യായത്തിൽ പൗലോസ്, എനിക്കൊന്ന് 57-ാം വാക്യത്തിലാണെന്ന് എല്ലായിടത്തും ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ജയമുള്ളൂ. വി ആർ ഓൾ വിക്ടേഴ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തു യേശു മുഖാന്തരം എനിക്ക് എല്ലായിടത്തും ജയമുണ്ട്. എനിക്ക് എല്ലായ്പ്പോഴും ജയമുണ്ട്. എൻ്റെ ജീവിതത്തിൽ താഴ്ച. അതുകൊണ്ട് എന്ത് ചെയ്യണം? കൊലോസി ലേഖനക്കാരൻ പറയുന്ന പോലെ, കൊലോസി ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. എന്നിട്ട് പറയുകയാണ്, അവനിൽ വേരൂന്നി. ഹാവ് എ ഡീപ്പർ റിലേഷൻ. വേരൂന്നുക എന്ന് പറഞ്ഞാൽ ഡീപ്പർ റിലേഷൻ വിത്ത് ക്രൈസ്റ്റ് ജീസസ്. അവന്റെ വചനവുമായിട്ട് ദൈവമക്കളെ കൂട്ടിമുട്ടൽ ഉണ്ടാകട്ടെ. അപ്പോൾ ഈ ദൈവവചനവുമായിട്ട് ഒരു കൂട്ടിമുട്ടലുള്ള വ്യക്തിയുടെ ഉള്ളിൽ ഒരു വിഷയത്തിന്റെ മുമ്പിൽ കടന്നു പോകുമ്പം ആദ്യം പുറത്തു വരുന്നത് കർത്താവിന്റെ വചനമായിരിക്കും. ഇല്ലെന്നേ, ഇതിന്റെ അകത്ത് ഒരു കുഴപ്പമില്ല. ഇതിന്റെ അകത്ത് അത്ഭുതമായിരിക്കും. നോക്ക്, ആ കൂട്ടിമുട്ടലുള്ളവർക്കേ അത് പറയാൻ സാധിക്കത്തുള്ളൂ. എല്ലാവർക്കും അത് പറയാൻ സാധിക്കത്തില്ല. നോക്കെ, ഇല്ലെന്നേ, ഇതിന്റെ അകത്ത് ദൈവപ്രവൃത്തി നടക്കും. ഇത് കർത്താവ് എന്തോ ചെയ്യാൻ പോവുകയാണ്. ഇതിന്റെ അകത്ത് എന്തോ വഴിയുണ്ട് കർത്താവിന്. ഇത് നോക്കിയോ, ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടോണം. അവിടെയെല്ലാം ഒരു വിശ്വാസത്തിന്റെ വാക്കായിരിക്കാം അവനിൽ വേരൂന്നി നിൽക്കുന്നവരുടെ വായിൽ നിന്ന് വരുന്നത്. ഇവിടെ ദൈവവചനം പറയും, അവനിൽ വേരൂന്നിയും ആത്മീയ വർധന, സ്പിരിച്വൽ ഹൈറ്റിലോട്ട് കയറണം, ആത്മീയമായി വർദ്ധിക്കണം.
അതെല്ലാം കണക്ഷനിലേ നടക്കുള്ളൂ. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണ്, ഞങ്ങൾക്ക് ഒത്തിരി ചെടികളുണ്ട്. ഈ ചട്ടിയിലൊക്കെ ഒത്തിരി ചെടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന് രാവിലെ വൈകിട്ട് ഞാനും ഷീനായും കൂടെ ചുറ്റുമൊക്കെ നടന്ന് ഞങ്ങൾക്ക് സമയമുള്ള പോലെ ഞങ്ങൾ വെള്ളം ഒഴിക്കും. അപ്പൊ വെള്ളം ഒഴിക്കുമ്പോൾ ചട്ടിയിലെ ചെടിയൊക്കെ നല്ലവണ്ണം അത് ബെസ്റ്റായിട്ട് നിൽക്കും. പക്ഷേ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത് ഇലയെല്ലാം വാടി ഇതെല്ലാം കിടക്കുന്നത് കാണാം. പക്ഷെ ഞങ്ങളുടെ ചുറ്റും മരങ്ങളുണ്ട്, വലിയ മരങ്ങളുണ്ട്. ഈ ചുറ്റും കാണുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ വലിയ മരങ്ങളുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു വെള്ളം ഒഴിച്ചില്ലെങ്കിലും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതെല്ലാം നല്ല നോക്ക്. ഈ ചട്ടിയിലെ ചെടി എന്നാ, അതിന് വേരോടാനുള്ള സ്ഥലത്തെ എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മൾ റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്, അതിനെ കുറച്ച് വെച്ചിരിക്കുകയാണ്. എന്നാൽ മറ്റേത് വെള്ളം തപ്പി അത് പോകും. അതുപോലെ തന്നെയാണ് ഒരു ദൈവ പൈതൽ താൻ ക്രിസ്തുവിന്റെ ആഴങ്ങളിലോട്ട് പോകുമ്പോൾ, ദൈവവചനത്തിന്റെ ആഴങ്ങളിലോട്ട് പോകുമ്പോൾ അവനിൽ വേരൂന്നിയും ആത്മീയ എവിടെയാണോ എനിക്ക് സ്പിരിച്വൽ ഹൈറ്റ്സ് വേണ്ടത് അതിലോട്ട് ഞാൻ ഇറങ്ങിച്ചെല്ലും, അതിലോട്ട് ഞാൻ താന്നിറങ്ങിച്ചെല്ലും. അവനിൽ നിന്ന് ഞാൻ ആത്മീയവർദ്ധന പ്രാപിക്കും. അവനിൽ വേരൂന്നിയും ഞാൻ ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്ന, നിങ്ങൾ കേട്ട വചനം ഉണ്ടല്ലോ, ആ കേട്ട വചനം മാറരുത്. ഇവരുടെ ഉള്ളിൽ നിന്ന് കേട്ട വചനം മോഷ്ടിക്കപ്പെട്ടു, കേട്ട വചനം ഇവരുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു. യേശു പല ആവർത്തി അവരോട് പറഞ്ഞതാണ്, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. പക്ഷെ അതവരെങ്ങനെ മറന്നുപോയി? ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. നോക്ക്, ജീവിതത്തിലെ ട്രബിൾസ്, ജീവിതത്തിൽ വരുന്ന കൊടുങ്കാറ്റുകൾ പലപ്പോഴും വചനത്തിൽ നിന്ന് നമ്മളെ വലിച്ചകറ്റ് നമ്മുടെ ശ്രദ്ധ എങ്ങോട്ട് പോകും? കാറ്റിലോട്ട് പോകും. നിങ്ങളുടെ ശ്രദ്ധ കർത്താവിൽ നിന്ന് മാറി കാറ്റിലോട്ട് പോകരുത്. അവനിലോട്ട് നോക്കുന്നവരാണ് പ്രകാശിതരായി തീരുന്നത്. അവരുടെ മുഖം ഒരിക്കലും താഴാൻ സമ്മതിക്കത്തില്ല. അവർ ലജ്ജിച്ചു പോകത്തില്ല, അവർ കുനിഞ്ഞു പോകത്തില്ല. വീണാലും എഴുന്നേൽക്കും. ദൈവവചനം പറയുകയാണ്, അവൻ വീണാലും എന്ത് ചെയ്യും? അവൻ എഴുന്നേൽക്കും. വീണാലും നിലം പരിചായി പോകത്തില്ല. ഈ വചനത്തിലെല്ലാം ഉണ്ടെന്നേ, കർത്താവിന്റെ വാക്കിന്റെ അകത്ത് എല്ലാം ഉണ്ടെന്നേ. ഒന്ന് വിശ്വസിച്ചേ, അവൻ വീണാലും എഴുന്നേൽക്കും, വീണാലും നിലം പരിചായി പോകത്തില്ല. ഇവിടെ പറയാണ്, അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചതിന് തക്കവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും. വിശ്വാസത്തിൽ ഉറക്കണം. ഫെയ്ത്ത് വേർഡേ വരാവുള്ളൂ വായിക്കുന്നു. രണ്ട് വാക്ക് അവിടെ പൗലോസ് പറയുന്നു. ഒന്ന്, വിശ്വാസത്തിൽ ഉറയ്ക്കണം, സ്തോത്രത്തിൽ കവിയണം. വിശ്വാസത്തിൽ ഉറയ്ക്കണം, സ്തോത്രത്തിൽ കവിയണം. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നന്ദി പോകരുത്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഗ്രാറ്റിറ്റ്യൂഡ് നഷ്ടപ്പെടരുത്. നിങ്ങളുടെ ഈ സ്തോത്രം പറയാനായിട്ടല്ല സ്തോത്രം പറയുന്നത്. ഇത് ഓട്ടോമാറ്റിക് ആയിരിക്കണം. ഇത് ഉള്ളിൽ നിന്ന് ഫ്ലോ ചെയ്ത് വരണം. എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും, എന്തൊക്കെ പ്രതികൂലങ്ങൾ നേരിട്ടാലും അവിടെ നിങ്ങളുടെ വിശ്വാസം മോഷ്ടിക്കപ്പെടരുത്. അവിടെ ശ്രദ്ധ തിരിക്കേണ്ടത് കർത്താവിന്റെ വചനത്തിലോട്ട്. എന്നെ ഇതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോളി സ്പിരിറ്റ് ഉണ്ട്. എന്നെ അതിലോട്ട് കൊണ്ടുപോകും. കർത്താവിന്റെ വചനത്തിന്റെ ആഴത്തിലോട്ട് എന്നെ കൊണ്ടുപോകും. പക്ഷേ അതിന് ആ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് ഞാൻ ചെവി കൊടുക്കാതിരിക്കാല്ലേ. നമ്മുടെ വിഷയത്തിന്റെ അകത്തോട്ട് ശ്രദ്ധ വേണേ തിരിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞ, ഞങ്ങൾ നശിച്ചു പോകുന്നേ നിനക്ക് വിചാരമില്ല. വിഷയത്തിന്റെ അകത്തോട്ടുള്ള ശ്രദ്ധയാണ്. അല്ലെ, കർത്താവിന്റെ വാക്കിനാണെങ്കിലോ അക്കരയ്ക്ക് പോകാം എന്ന ആ വാക്കിനാണെങ്കിൽ അക്കരയാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ. അതിന്റെ പേരാ ഫെയ്ത്ത്. ഞാനൊരു കാര്യം, ഈ പത്രോസിന് പകരം അന്ന് ഞാൻ ഇന്നലെ രാത്രി കിടന്ന് ഞാൻ ചിന്തിച്ച ഭാഗമാണ് നിങ്ങളുടെ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാനിങ്ങനെ ചിന്തിച്ചു, പത്രോസിന് പകരം ഞാനായിരുന്നെങ്കിൽ ഇതിനെ അപ്പുറം ചെയ്തേനെ. നമ്മള് യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. വി നോ ഇറ്റ്. പക്ഷേ ദീസ് ഗെയ്സ് വെന്റ് ത്രൂ ഇറ്റ്. അവർ ഇതിലൂടെ കടന്നുപോയി. ഈ വെല്ലുവിളിക്കകത്തൂടെ അവർ കടന്നുപോയി. കൊന്നുകളയാൻ നിൽക്കുക. കടന്നുപോയപ്പോഴത്തേക്ക് അവർക്ക് ഇതൊന്നും വിശ്വസിക്കാൻ അങ്ങോട്ട് കയറിയില്ല അകത്തോട്ട്. അവിടെയാണ് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം. വചനം മോഷ്ടിക്കപ്പെടുക. സമ്മതിക്കരുത്. ആ വചനത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു. ഒന്നിനും കുറവ് ജീവിതത്തിൽ വരത്തില്ല. സോ വി ആർ ഗോയിങ് ടു പ്രേ. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് വചനം മോഷ്ടിക്കപ്പെടാതിരിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണമേ.
പരിശുദ്ധാത്മാവാം ദൈവം ഞങ്ങളെ എംപവർ ചെയ്യണം. അതുപോലെ തന്നെ കർത്താവെ, ഞങ്ങൾ കടന്നു പോകുന്ന ആ വെല്ലുവിളിക്കകത്ത് ഞങ്ങളുടെ ശ്രദ്ധ ആ വെല്ലുവിളികളുടെ മേളിലിരിക്കാതെ ഞങ്ങളുടെ ശ്രദ്ധ എപ്പോഴും കർത്താവിലും കർത്താവിൻ്റെ വചനത്തിലും കർത്താവ് ഞങ്ങളോട് പറഞ്ഞ വാക്കും ഞങ്ങൾക്ക് വിശ്വസിക്കാനുള്ള കൃപ അവിടുന്ന് തരുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ സമ്പത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ വിശ്വാസ ജീവിതത്തെ കർത്താവെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ദൈവകൃപയിൽ നിന്റെ മക്കൾ വർദ്ധിക്കട്ടെ, അഭിഷേകത്തിലും ശക്തിയിലും അവർ നിറയേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുകയാണ്. ശാരീരികമായ വെല്ലുവിളി ആരെങ്കിലും നേരിടുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് മാറാൻ കൽപ്പിക്കുന്നു. എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ, സകലവിധ ബന്ധനങ്ങൾ വഴിയട്ടെ. അപ്പോൾ തന്നെ സാമ്പത്തികമായ കടഭാരങ്ങൾ, വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറാൻ കൽപ്പിക്കുകയാണ്. അത്ഭുതകരമായ വഴികൾ തുറക്കുന്നതിനായി സ്തോത്രം. ആരുടെയോ തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു വിദേശ യാത്ര എൻ്റെ കർത്താവ് അത്ഭുതകരമായ വഴി തുറക്കുകയാണ്. സോമൻ എന്ന് പറഞ്ഞ ഒരാളെ കർത്താവ് എന്നെ കാണിക്കുന്നു. എൻ്റെ കർത്താവ് തൊടുകയാണ്. ഗോഡ് ഈസ് ഇന്റർവീനിങ് ഇൻ ടു ദ സിറ്റുവേഷൻ യു ആർ ഗോയിങ് ത്രൂ. നിങ്ങൾ കടന്നു പോകുന്ന ആ സാഹചര്യത്തിന്റെ അകത്തോട്ട് കർത്താവിന്റെ കൈ ഇന്ന് പ്രഭാതത്തിൽ നീണ്ടുവരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ദ ലോർഡ് ഈസ് ടച്ചിങ് യു. നിങ്ങളുടെ വീടിനെ അസാധാരണമായ രീതിയിൽ കർത്താവ് തൊടുന്നത് ഞാൻ കാണുന്നു. തലമുറയെ കർത്താവ് തൊടുന്നത് ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം നീട്ടുന്നതിനായി സ്തോത്രം. അത്ഭുത വിടുതലയക്കുന്നതിനായി നന്ദി. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. എല്ലാ വീടുകളും ബ്ലസ്ഡ് ആകട്ടെ, കുഞ്ഞുങ്ങൾ ബ്ലസ്ഡ് ആകട്ടെ. യേശുവിൻ നാമത്തിൽ അവരുടെ കുടുംബജീവിതം യേശുവിന്റെ നാമത്തിൽ ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ അവർ സ്പിരിച്വലി അവർ ബ്ലസ്ഡ് ആകട്ടെ. അവരുടെ ഭൗതികമായ തലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ആരോഗ്യരംഗം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആ ശരീരത്തിനോട്ടൊന്ന് കൈവച്ചിട്ട് പറഞ്ഞേ, താങ്ക് യു ഫോർ ഗിവിംഗ് മീ എ ഹെൽത്തി ബോഡി. എനിക്ക് ആരോഗ്യമുള്ള ശരീരം എൻ്റെ കർത്താവ് തന്നിരിക്കാൻ സ്തോത്രം. അനുഗ്രഹിക്കുകയാണ്. എല്ലാ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കുന്നതിനായി സ്തോത്രം. അത്ഭുതമാക്കി തീർക്കണമേ. വീടുകളെ അവിടുന്ന് തൊടണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ കർത്താവ് ഈ ദിവസം നിങ്ങളെല്ലാവരെയും ധാരാളം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് പ്രേ ഫോർ ദ കൺട്രി. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് കാണാം, രാജ്യ തലസ്ഥാനത്ത് വലിയ സമരങ്ങൾ ഒക്കെ നടക്കുകയാണ്. കുഞ്ഞുങ്ങൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നു. ഗവൺമെന്റും വലിയ ചലഞ്ചിലാണ്. പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവവചനം, വി ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നമ്മളാണ് വെളിച്ചം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ അത് വളരെ വേദനപ്പെട്ട അനുഭവങ്ങളാണ് അല്ലേ. ഒത്തിരി ആഗ്രഹിച്ചും പഠിച്ചും ഒത്തിരി കുഞ്ഞുങ്ങൾ നോക്കി വളരെ ആഗ്രഹിച്ച് കഠിനാധ്വാനം ചെയ്ത് അവർ പഠിച്ചും ഒക്കെ എന്നിട്ട് ഫൈനലി എക്സാംസ് ഒക്കെ ക്യാൻസൽ ചെയ്യുന്നു. വല്ലാത്ത നമ്മുടെ ഭരണകൂടത്തിന് കർത്താവ് അതിനുള്ള ജ്ഞാനവും പരിജ്ഞാനവും എല്ലാം കർത്താവ് കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ആ പല കുഞ്ഞുങ്ങൾ സൂയിസൈഡ് ചെയ്യാനിടയായി. അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു. അവരുടെ പേരൻസ് എല്ലാം ആഗ്രഹിച്ചൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തിയതല്ലേ. അവരുടെ എല്ലാ മോഹങ്ങളും അസ്തമിച്ചതുപോലെയല്ലേ. ആ വീടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് ജ്ഞാനത്തെയും പരിജ്ഞാനത്തെയും വിവേകത്തെയും ഒക്കെ ഈ കാര്യത്തിൽ കർത്താവ് കൊടുക്കട്ടെ അവർക്ക്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഒറ്റ വാക്കിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ആ ഡൽഹിയിൽ നടക്കുന്ന സമരങ്ങൾ, അവിടെ ഉള്ള കുഞ്ഞുങ്ങൾ, അവരെല്ലാം അനുഗ്രഹിക്കുകയാണ്. ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ടാകട്ടെ. കർത്താവ്, ഞങ്ങളുടെ ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് ജ്ഞാനത്തെയും പരിജ്ഞാനത്തെയും, ആ ശലോമോൻ ചോദിച്ചതുപോലെ ഇത്രയും വലിയ ജനത്തെ നടത്താൻ എനിക്ക് ജ്ഞാനവും പരിജ്ഞാനവും വേണമെന്ന് കർത്താവിനോട് ചോദിച്ചതുപോലെ യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഗീവ് ദം വിസ്ഡം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. So God bless you. Have a wonderful day. God bless you. And remember the word of God. ദൈവത്തിന്റെ വചനം ഏത് സാഹചര്യത്തിലും, ഏത് വെല്ലുവിളിയിലും, ഏത് കൊടുങ്കാറ്റിലും ആ വചനം അങ്ങ് ഓർത്തു. God bless you and share the video also. കർത്താവ് നിങ്ങളെ ധാരാളം കർത്താവ് അനുഗ്രഹിക്കട്ടെ. God bless you.